ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA സബ്ജക്റ്റായ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന BBA സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായി വന്നതും അതുപോലെ തന്നെ ഇനി റിപ്പീറ്റായി വരാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന ഈ ഒരു BBA സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മെയിൻ്റനൻസ്. നമ്മൾ തുടങ്ങുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മെയിൻ്റനൻസ്. എന്താണ് മെയിൻ്റനൻസ്? അതിനെക്കുറിച്ച് നിങ്ങളോട് ഡിഫൈൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് എന്താണെന്ന് നോക്കാം. Maintenance management is the process of maintaining a company's asset and resources. The purpose is to ensure that production proceeds efficiently and that resources are used effectively. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്തിൻ്റെ? ഒരു കമ്പനിയിലെ അസറ്റും അതുപോലെ തന്നെ അവരുടെ റിസോഴ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The purpose is to ensure that production proceeds efficiently and that resources are used effectively. നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ നടക്കുന്നത്, അതുപോലെ തന്നെ റിസോഴ്സസ് എല്ലാം നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളെയും അതുപോലെ തന്നെ അവിടുത്തെ മെഷീൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തുക. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് മാനേജിങ് എ കമ്പനി ദാറ്റ് ഈസ് യൂഷ്വലി നോട്ട് എക്സ്പ്ലോർഡ് ഇൻ ഡെപ്ത്. ഒരു കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു കമ്പനിയിൽ മെഷീൻസ് ഉണ്ടായിരിക്കാം, എംപ്ലോയീസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ഫ്ലോപ്പ് ആവും. കാരണം നമ്മൾ നമ്മുടെ എംപ്ലോയിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മെഷീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നൊന്നും നോക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അത്ര നല്ല രീതിയിലൊന്നും പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിൽ എന്താണ് നോക്കുന്നത്? ഒരു കമ്പനിയിൽ ആ ഒരു കമ്പനി അവരുടെ സ്റ്റാഫിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ആ ഒരു കമ്പനിയിലെ മെഷീൻസൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ ആ മെഷീൻസിനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ടൈം സ്റ്റഡി? എന്താണ് ടൈം സ്റ്റഡി? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടൈം സ്റ്റഡിയെ കുറിച്ചുള്ളത്. റിപ്പീറ്റായി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിൻ്റെ ആൻസറാണ് ടൈം സ്റ്റഡി ഈസ് എ സ്ട്രക്ചേർഡ് പ്രോസസ് ഓഫ് ഡയറക്ട്ലി ഒബ്സർവിങ് ആൻഡ് മെഷറിംഗ് ഹ്യൂമൻ വർക്ക് യൂസിങ് എ ടൈമിംഗ് ഡിവൈസ് ടു എസ്റ്റാബ്ലിഷ് ദ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദി വർക്ക് ബൈ എ ക്വാളിഫൈഡ് വർക്കർ വെൻ വർക്കിംഗ് അറ്റ് എ ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. നമ്മുടെ കമ്പനിയിൽ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഫഷണലിനെ വയ്ക്കുകയാണ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു എംപ്ലോയിനെ വയ്ക്കുകയാണ്. ആ ഒരു എംപ്ലോയി ആ ഒരു വർക്ക് ചെയ്യാനുള്ള ടൈമും അതുപോലെ തന്നെ എത്ര വർക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ആ ഒരു എംപ്ലോയി ചെയ്ത് തീർക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാം. അതിനാണ് ടൈം സ്റ്റഡി എന്ന് വിളിക്കുന്നത്. നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിനൊക്കെ അതുപോലെ ഒബ്സർവ് ചെയ്യാം. ഈ എംപ്ലോയീസൊക്കെ എത്ര സമയം എടുത്തിട്ടാണ് ഒരു ടാസ്ക് ചെയ്ത് തീർക്കുന്നതൊക്കെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അതിനെയൊക്കെയാണ് ഈ ഒരു ടൈം സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ പ്ലാൻ ലേഔട്ട്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പ്ലാൻ ലേഔട്ടിനെ കുറിച്ചുള്ളത്. അതുപോലെ തന്നെ പ്ലാൻ ലൊക്കേഷനൊക്കെ വരുന്നുണ്ട്. പ്ലാൻ ലേഔട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസറാണ് പ്ലാൻ ലേഔട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടെക്നിക് ഓഫ് ലൊക്കേറ്റിംഗ് മെഷീൻസ്, പ്രോസസ് and plant services within the factory so as to achieve the greatest possible output of high quality and the lowest possible total cost of manufacturing. പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത് ഇതൊരു ടെക്നിക്കാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നതൊരു ടെക്നിക്കാണ്. എന്തിൻ്റെ? മെഷീൻസൊക്കെ ലൊക്കേറ്റ് ചെയ്യാം. നമ്മളൊരു കമ്പനി തുടങ്ങാൻ വിചാരിച്ചു. ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങും കിട്ടി. ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻസൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാ മെഷീൻസും നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പാക്ക് ചെയ്യണ മെഷീൻ ഒരു സൈഡിൽ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യണ മെഷീൻ വേറൊരു സൈഡിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ ഈ ഒരു മെഷീൻസൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്കൊരു ലേഔട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻസ് സെറ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും ആ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ്റെ സ്പീഡൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പ്ലാൻ ലേഔട്ടിൽ
പ്രൊഡക്ഷനിൽ പാക്ക് ചെയ്യണ മെഷീന് ഒരു 2-3 മീറ്റർ അപ്പുറത്തും, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് വരുന്നൊരു 2-3 മീറ്റർ അപ്പുറത്ത്, അതുപോലെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഒന്നും സ്പീഡായിട്ട് നടക്കില്ല. അപ്പോൾ ഒരേപോലെയുള്ള വർക്ക് ചെയ്യുന്ന മെഷീൻസൊക്കെ ഒരേ ലേഔട്ടിൽ തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും. ഒരേ റോയിൽ അല്ലെങ്കിൽ ഓരോ ലൈനിൽ തന്നെ സെറ്റ് ചെയ്യണം. അങ്ങനെ അതിനൊക്കെ സെറ്റ് ചെയ്യണതാണ് നമ്മളിവിടെ പ്ലാൻ ലേഔട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരേപോലെയുള്ള മെഷീൻസൊക്കെ ഒരേ സൈഡിൽ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ മെഷീൻസൊക്കെ പ്രൊഡക്ഷൻ്റെ സൈഡിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ മെഷീൻസിനും അതിൻ്റേതായ ലേഔട്ട് കൊടുക്കാം. അതിനെയാണ് പ്ലാൻ ലേഔട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്ലാൻ ലേഔട്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സ്പീഡാക്കുക, അതുപോലെ തന്നെ എംപ്ലോയീസിന് ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ ലേഔട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് പ്ലാൻ ലൊക്കേഷൻ? എന്താണ് പ്ലാൻഡ് ലൊക്കേഷൻ? നമ്മളിപ്പോൾ പ്ലാൻ ലേഔട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് പ്ലാൻ ലൊക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അതിൻ്റെ ആൻസറാണ്, plan location refers to the choice of region and the selection of a particular site for setting up a business or factory. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു. ആ ഒരു ബിസിനസ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ഒരു കമ്പനിക്ക് ഒരു ബിൽഡിങ്ങും എല്ലാം കെട്ടേണ്ടി വരും. അപ്പോൾ അതിന് ആദ്യം എന്താണ് വേണ്ടത്? ആ ഒരു കമ്പനി എവിടെയാണ് തുടങ്ങേണ്ടത്, ഏത് ലൊക്കേഷനിലാണ് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കണം. അത് സെറ്റ് ചെയ്യണം. അതിനെയാണ് ഈ ഒരു പ്ലാൻ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി വിചാരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു പ്ലാൻ ലൊക്കേഷൻ വേണം. ആ ഒരു പ്ലാൻ ലൊക്കേഷൻ ഞാൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? കമ്പനി എപ്പോഴും മാർക്കറ്റിൻ്റെ അടുത്തായിരിക്കണം. അപ്പോൾ എന്താണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു നല്ല പ്ലാൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പ്ലാൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. But the choice is made only after considering cost and benefits of different alternative sites. It is a strategic decision that cannot be changed once taken. ഇതൊരു പെർമനൻറ്റ് ഡിസിഷൻ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു കമ്പനി തൃശ്ശൂർ തുടങ്ങാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങി. പണി കഴിഞ്ഞ് തുടങ്ങി, ബിൽഡിങ്ങൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, ഒരു കൊല്ലത്തിന് ശേഷം വിചാരിക്കുകയാണ് ഇനി കമ്പനി മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് പണിതാലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കോസ്റ്റ്, ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ഒരു പ്ലാൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. അല്ലാതെ ഇതുപോലെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കമ്പനി മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കമ്പനി തുടങ്ങുക, അതൊക്കെ നമുക്ക് ഒരുപാട് ചിലവ് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്ലാൻ ലൊക്കേഷൻ നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഈ ഒരു പ്ലാൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഇതിനൊരു സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഡു യു മീൻ ബൈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്? ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേരാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയേണ്ടായിരിക്കും എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന്. നമുക്കത് എന്താണ് നോക്കാം. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ആൻ area of management concerned with designing and controlling the process of production and redesigning business operations in the production of goods or services. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത്? പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിങ്, കൺട്രോളിങ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിങ്, ഇതൊക്കെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. റീഡിസൈനിങ് ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ ഡിസൈനിങ് ഒക്കെ റീഡിസൈൻ ചെയ്യാം. എവിടെ? ഗുഡ്സ് ഓർ സർവീസസിൻ്റെ പ്രൊഡക്ഷനിൽ വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് ഒക്കെ റീഡിസൈൻ ചെയ്യാം. ഇതൊക്കെയാണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇതൊരു ഏരിയ ആണ്. ഒരു കമ്പനിയിലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയനെ മൊത്തം മാനേജ് ചെയ്യുന്നതിനാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ആ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക, പ്രൊഡക്ഷൻ്റെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിളിക്കുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 എടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇറക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്